പലപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ പ്രോഡക്റ്റിന് MRP എങ്ങനെ ഇടണം. ഒട്ടനവധി ആളുകൾക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ല. എന്നാൽ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾ പതിയെ പതിയെ അത് പഠിച്ചെടുക്കും. അവർക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അവർ വിലയിട്ട് പോകുന്നതും കാണാം. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകാറുണ്ട്. MRP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ ഞാൻ പറയുന്നത് വലിയ ബിസിനസ്സുകളെ കുറിച്ചല്ല, ചെറിയ വീട്ടിൽ നിന്ന് കുടിൽ വ്യവസായമായി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അനുവർത്തിക്കാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ വേണമെങ്കിൽ, കാൽക്കുലേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഐഡിയ മാത്രമാണ് ഈ വീഡിയോയിൽ. MRP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഏതൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് അതിൽ നോക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഈ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. ഒന്ന്, റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് പ്ലസ് അതിന്റെ ടാക്സ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എല്ലാം ഒരുമിച്ച് അതിൽ തന്നെ എഴുതിയിരിക്കണം. അതായത് നമുക്ക് 100 രൂപയാണ് റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് കരുതുക. ഈ റോ മെറ്റീരിയലിന്റെ ഒറിജിനൽ കോസ്റ്റ്, ടാക്സ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടെ ആണെങ്കിൽ അത് റോ മെറ്റീരിയൽ കോസ്റ്റ് 100 രൂപ എന്ന് എഴുതുക. രണ്ടാമത്തേത്, ആ റോ മെറ്റീരിയൽ കൊണ്ട് നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുകയാണ്, ഒരു മാനുഫാക്ചറിങ് പ്രോസസ് നടത്തുകയാണ്. അതിന് വേണ്ടി വരുന്ന ചിലവുകൾ പലപ്പോഴും മെഷീനറീസ് ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള കുറെ കറണ്ട് വേണം, വാട്ടർ വേണം, അത് കൂടാതെ സ്പേസ്, കുറെ അധികം കാര്യങ്ങൾ അതിനകത്ത് പെടുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ എക്സ്പെൻസസ് ആ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ എഴുതി വെക്കുക. 50 രൂപയാണെങ്കിൽ അത് അവിടെ എഴുതി വെക്കുക. ഇപ്പോൾ നമുക്ക് 150 രൂപയായി. മൂന്നാമത്, ലേബർ എഴുതി വെക്കുക. ലേബർ ഇനി ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ മുതലാളിയായിട്ട് കണക്കാക്കാതെ ലേബർ ആയിട്ട് കണക്കാക്കി ആ ലേബർ കോസ്റ്റ് എത്ര വരും, എത്ര മണിക്കൂർ പണിയെടുത്തു എങ്കിൽ എത്ര കോസ്റ്റ് വരും, അത് അവിടെ എഴുതി വെക്കുക. 25 രൂപയാണെങ്കിൽ അത് എഴുതി വെക്കുക. ഇനിയുണ്ട് അൺഫോർസീൻ എക്സ്പെൻസസ്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ എക്സ്പെൻസസ് വരും. അതെന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഒരു ആവറേജ് പെർസെന്റേജ് എഴുതി വെക്കാം. ഇതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മളുടെ പ്രോഡക്റ്റിന് പാക്കേജ് വേണമെങ്കിൽ അതിന്റെ എക്സ്പെൻസസ് വരും. പാക്കിംഗ് ഉണ്ടെങ്കിൽ, സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസസ് വരും. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ, അതായത് അപ് ടു ഫൈനൽ പ്രൊഡക്ഷൻ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ അതിനകത്ത് എഴുതി വെക്കുക. ഇനി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഓൾറെഡി റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലെങ്കിൽ അതിന് വേണ്ട അനുബന്ധ സാമഗ്രികളുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വിൽക്കാൻ പോകുമ്പോൾ ഉള്ള നമ്മളുടെ കൺവെയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതും കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി വരുന്നത് പ്രോഡക്റ്റിന് ഡാമേജ് വരാം, ഡാമേജ് വരാം, റിട്ടേൺ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു ഐഡിയ ആദ്യം തയ്യാറാക്കി വെക്കുക. എത്ര പെർസെന്റേജ് റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്, അതനുസരിച്ച് ഒരു പെർസെന്റേജ് അതിനു വേണ്ടിയും മാറ്റിവെക്കുക. പിന്നെ നമ്മളുടെ നെറ്റ്വർക്കിംഗ് എക്സ്പെൻസസ്, ഇതിനെന്തെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണോ, ഹോൾസെയിലേഴ്സ് ആണോ, റീറ്റെയിലേഴ്സ് ആണോ, അങ്ങനെയുള്ള ആളുകളുടെ എക്സ്പെൻസസ് എന്താകും, അതായത് അവർക്ക് കൊടുക്കേണ്ട മാർജിൻ എന്തായിരിക്കും എന്ന് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ആ മാർജിൻ നമ്മൾ എഴുതി വെക്കുക തന്നെ വേണം. ഇനിയാണ് പ്രോഫിറ്റ് വരുന്നത്. നമ്മൾക്ക് പ്രോഫിറ്റ് വേണം. അതായത് ഇത്തരത്തിലുള്ള ഒരു സാധനം നമ്മൾ 250 രൂപ നമ്മളുടെ കോസ്റ്റ് ഇൻക്ലൂഡിങ് എവറിഥിങ് ആയെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിലയുമായിട്ട് തട്ടിച്ചു നോക്കണം. തട്ടിച്ചു നോക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് കൂടുതലിട്ട്, MRP കൂടുതലിട്ട് അങ്ങോട്ട് കൊണ്ടുചെന്നാൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. മാർക്കറ്റിൽ ഉള്ള പ്രോഡക്റ്റിനേക്കാൾ ഗുണമേന്മ കൂട്ടി
എന്നാൽ റേറ്റ് കുറച്ച് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മളുടെ സാധനം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ, അതായത് ഞാൻ ഇത്രയും പറഞ്ഞ എക്സ്പെൻസസിൽ എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം കുറച്ചതിന് ശേഷമായിരിക്കണം നമ്മളുടെ കാൽക്കുലേഷൻ ഫൈനൽ സ്റ്റേജിൽ എത്തേണ്ടത്. പിന്നെ ഇതിനകത്ത് ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ റോ മെറ്റീരിയലിന് ടാക്സ് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് ടാക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഡിഡക്ഷൻ വരും. ഇൻപുട്ട് ടാക്സ് ലഭിക്കുന്നതാണ്. അത് വലിയ ബിസിനസ്സുകൾക്കാണ്. നിങ്ങളുടെ ചെറിയ കുടിൽ വ്യവസായത്തിന് തൽക്കാലം ബാധകമല്ല. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിനകത്ത്. ഇനി വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റിൽ കുറിക്കാം. അടുത്ത ഒരു വീഡിയോ അതിനു വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഏതാണ്ട് നമ്മൾ ഒരു പരിധിവരെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു MRP ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ നിന്ന് നിങ്ങൾ വീണ്ടും കുറച്ചു നോക്കണം. MRPയിൽ നിന്ന് ഓരോ ഐറ്റംസും നമ്മൾ കുറച്ച് നോക്കണം. കാൽക്കുലേഷൻ കൃത്യമാണോ എന്ന് നോക്കണം. എല്ലാ കാര്യങ്ങളും ഒരു ആവറേജ് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് കൃത്യമായിരിക്കണം. കാരണം MRP എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉടനെ കൂട്ടിയിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് പല ഫാക്ടർ ഉണ്ട്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിനെ ജനങ്ങൾ വിശ്വസിക്കില്ല, റെപ്യൂട്ടേഷൻ നഷ്ടമാകും. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി പാക്കിംഗ് കവർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടമാകും. പല തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കും. കടക്കാർ പോലും നിങ്ങൾക്ക് ഒരു ചാൻസ് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ MRP ഇടുമ്പോൾ നഷ്ടം വരാതെ സൂക്ഷിക്കുക. മാർക്കറ്റ് റേറ്റുമായിട്ട് തട്ടിച്ചു നോക്കി മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ഇടുക. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഒരു റേറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുതിയ ആളുകൾ, അതായത് പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ ചെറുകിട വ്യവസായങ്ങളാവുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിംഗ് ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് അത് ഒരു പ്രശ്നമായിട്ട് തന്നെ മുമ്പോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് അതുപോലെ തന്നെയുള്ള പ്രോഡക്റ്റുകൾ ഇൻ കേസ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു മോണോപ്പൊളി പ്രോഡക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിയിരിക്കണം. അതിന്റെ റേറ്റ്സ് മനസ്സിലാക്കിയിരിക്കണം. എത്ര രൂപയ്ക്ക് കിട്ടുന്നു, കടക്കാരുടെ ഡിസ്കൗണ്ട് എത്ര, കടക്കാർക്ക് എത്ര കിട്ടുന്നു, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പല രീതിയിൽ കണ്ടുപിടിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ പ്രോഡക്റ്റിന് വിലയിടാൻ പാടുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അവരുടെ പ്രോഡക്റ്റിനോട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും നമ്മൾ എടുത്ത് പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.